അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെയാണ്? മലിനജലം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അമൃതം ആരോഗ്യം. രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സ്ഫിഗ്മോമാനോമീറ്റർ. ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നർ. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പാണ്. മന്ത് പരത്തുന്ന കൊതുക് ഏത്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത്. ക്ഷയം പരത്തുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ. ഡെങ്കുപ്പനി വൈറസ് മൂലമാണ്. മലമ്പനി പ്ലാസ്മോഡിയം. മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? ലാവോസിയെ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന വ്യക്തികൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? വേട്ടക്കാരൻ. പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിച്ചിരുന്ന വ്യക്തികൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ് എന്ന് ചോദിച്ചാൽ വേട്ടക്കാരൻ. പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹമാണ് സിങ്ക്. താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികൾ ഏതൊക്കെയാ? ചാലനം, സംവഹനം, വികിരണം. ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആ ആസിഡ് എന്നാണ് ചോദിക്കുന്നത്. ഫോമിക് ആസിഡ്. ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് പ്രകീർണനം. ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണമാണ് എന്ത്? ബൊട്ടാണിക്കൽ ഗാർഡൻസ് ഒക്കെ എക്സിറ്റ് സംരക്ഷണമാണ്. എക്സിറ്റ് കൺസർവേഷൻ എന്ന് പറയില്ലേ, അതാണ് എക്സിറ്റ് സംരക്ഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോംബിക്കോൾ എന്താ? ഒരു ഫിറമോണിന് ഉദാഹരണമാണ് ബോംബിക്കോൾ. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന രക്തക്കുഴലാണ് ശ്വാസകോശധമനി. ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശ സിര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ടാണ് എന്ത്? ഇന്ദ്ര. ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഇന്ദ്ര. ലോക അധ്യാപക ദിനം ഒക്ടോബർ 5 ആണ്. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800. ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് 800. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ നെഹ്റു ആണ്. അത് ഒരു കൺഫ്യൂഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചോദിക്കുക. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൺഫ്യൂഷൻ വരും ചെയ്യും. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആര്? നെഹ്റു. സൽത്തനത്ത് എന്താന്ന് നോക്കാം. മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏതെന്ന് ചോദിച്ചാൽ എന്താ? ഹിന്ദുസ്ഥാനി സംഗീതമാണ്. സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഹിന്ദുസ്ഥാനി സംഗീതം. ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹമാണ് ഏത്? ബുധന് ഉപഗ്രഹങ്ങൾ ഇല്ല. UN മാനവ വികസന സൂചിക 2002 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 134 പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ എറിഞ്ഞൊരു ദൂരം എത്രയാ? 89.45 മീറ്റർ. അടുത്തത് ചിന്നാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ്. പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലമാണ് ചിന്നാർ വന്യജീവി സങ്കേതം.
കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടലാണ് ഏത് കതിർ ആപ്പ്. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക് ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലായിരുന്നു. ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഗ്രാമസഭയുടെ കൺവീനർ വാർഡ് മെമ്പറാണ്. ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം അതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനാണ്. പാലക്കാട് ചുരത്തെ കുറിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ചോദിച്ചതാണ്. പാലക്കാട് ചുരം പശ്ചിമഘട്ടത്തിൻ്റെയും പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ്. പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാതയാണ് പാലക്കാട് ചുരം. ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം, അതായത് പാലക്കാട് ചുരത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. അടുത്തത് കേരളത്തിൻ്റെ ഭൂപ്രകൃതി. കേരളത്തിൻ്റെ അക്ഷാംശം 8°18 വടക്ക് മുതൽ 12°48 വടക്ക് വരെ. രേഖാംശം 74°52 കിഴക്ക് മുതൽ 77°22 കിഴക്ക് വരെ. ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഉഷ്ണകാലത്ത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് രാജസ്ഥാനിലെ ബാമർ എന്ന സ്ഥലത്താണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം ഏതാ? ഇന്ത്യയിലെ ഏറ്റവും വലിയ മഴക്കാലം തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാലമാണ്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് പാകിസ്ഥാനും വടക്ക് നേപ്പാൾ, തെക്ക് കിഴക്ക് ഭൂട്ടാനുമാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര വിവരങ്ങൾ എന്തൊക്കെ? ഇന്ത്യയുടെ അക്ഷാംശം 8°4 വടക്ക് മുതൽ, ഇതിന് മുന്നേ പറഞ്ഞത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ കേരളത്തിൻ്റെ അക്ഷാംശം 8°18 വടക്ക് മുതൽ 12°48 വടക്ക് വരെ എന്നാണ്. ഇപ്പോൾ പറയുന്നത് ഇന്ത്യയുടെ അക്ഷാംശം 8°4 വടക്ക് മുതൽ 37°6 വടക്ക് വരെ. രണ്ടും തമ്മിൽ മാറിപ്പോകരുത്. രേഖാംശം 68°7 കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ. ഇന്ത്യയുടെ രേഖാംശം 68° കിഴക്ക് മുതൽ 97°25 കിഴക്ക് വരെ. 2024 ONV പുരസ്കാര ജേതാവ് പ്രതിഭ റായിയാണ്. ലോക ഫുട്ബോൾ ദിനം മെയ് 25. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണം എന്ന ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ VS കോത്താരി കമ്മീഷൻ. പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986 അടുത്ത ചോദ്യം. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെൻറ്റർ ഫോർ കൾച്ചറൽ റിസോഴ്സസ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. റൂർക്കേല ഇരുമ്പുരുക്കശാല ഏത് രാജ്യത്തിൻ്റെ സഹായത്തോടെയാണ് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ റൂർക്കേല ജർമ്മനിയും അതേപോലെ തന്നെ ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം ആരുടെയാണെന്ന് ചോദിച്ചാൽ VP മേനോൻ്റെയാണ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്, ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കണമുണ്ട് കേട്ടോ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡൻറ്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? റനിൽ വിക്രമസിംഹയാണ്. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ടു മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ റനിൽ വിക്രമസിംഹ. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയ രാജ്യം ബ്രസീൽ. അപ്പോൾ ഇതിൽ തന്നെ രണ്ട് ഫാക്ട്സ് ഉണ്ട്. ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേക്കാണ്, പിന്നെ ഏറ്റവും കൂടുതൽ തവണ കിട്ടിയത് ബ്രസീലിനുമാണ്.
ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗ നേതാവായ മലയാളി ആരാ? ക്യാപ്റ്റൻ ലക്ഷ്മിയാണ്. SNDP സ്ഥാപിച്ചത് 1903 ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാരൊക്കെയാ? ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, ഭഗത് സിംഗ്. ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ടവരാണ് ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, ഭഗത് സിംഗ്. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരമേത്? ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച ആദ്യത്തെ സമരമേത്? ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചതാണെങ്കിൽ ഉത്തരം ലഭ്യമാക്കേണ്ട സമയപരിധി 48 മണിക്കൂറാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം തെറ്റിദ്ധാരണ ഉളവാക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെതിരെയുള്ള പിഴ 10 ലക്ഷം രൂപയാണ്. ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റകൃത്യം എന്നാൽ എന്താ? ബാലനീതി നിയമപ്രകാരം അതീവ ഗുരുതരമായ കുറ്റം എന്നാൽ മിനിമം 7 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അടുത്തത് ഗാർഹിക പീഡന നിയമത്തെക്കുറിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് ഭർതൃമാതാവിനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാം. അപ്പോൾ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ ഭർത്താവിൻ്റെ മാതാവിനെതിരെ കേസ് കൊടുക്കാം. പിന്നെ സഹോദരിക്ക് സഹോദരനെതിരെ കേസ് കൊടുക്കാം. സഹോദരിക്ക് സഹോദരനെതിരെ കേസ് കൊടുക്കാം. മകൾക്ക് അച്ഛനെതിരെ ഈ നിയമപ്രകാരം കേസ് കൊടുക്കാം. മകൾക്ക് അച്ഛനെതിരെ നിയമപ്രകാരം കേസ് കൊടുക്കാം. പിന്നെ മകൾക്ക് രണ്ടാനമ്മക്കെതിരെ പീഡനത്തിന് കേസ് കൊടുക്കാൻ പറ്റില്ല. ഈ നിയമപ്രകാരം ഗാർഹിക പീഡന നിയമപ്രകാരം മകൾക്ക് രണ്ടാനമ്മക്കെതിരെ പീഡന കേസിന് കേസ് കൊടുക്കാൻ പറ്റില്ല. ഏത് മാൽവെയറാണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? റാൻസം വെയർ. ഏത് മാൽവെയറാണ് അതിൻ്റെ ഡെവലപ്പർക്ക് വരുമാനം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? റാൻസം വെയർ. നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്? റൂട്ടറാണ്. നെറ്റ്വർക്ക് ഉപകരണങ്ങളിൽ ഏതാണ് ഡാറ്റ പാക്കറ്റുകളുടെ രൂപത്തിൽ കൈമാറുന്നത്?